അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡുമായിട്ടാണ്. ഇത് 4x4 റുബിക്സ് ക്യൂബാണ്. പൊതുവെ 3x3 റുബിക്സ് ക്യൂബാണ് എല്ലാ ക്യൂബിൻ്റെയും ബേസ്. എൻ്റെ കയ്യിൽ 3x3 റുബിക്സ് ക്യൂബ് ഇല്ലാത്തത് കൊണ്ടാണ് 4x4 ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. 3x3 റുബിക്സ് ക്യൂബ് ഞാൻ വാങ്ങിച്ചിട്ടാകുമ്പോൾ അത് ചെയ്യുന്ന വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ 4x4 റുബിക്സ് ക്യൂബിൽ അപ്പർ ലെയറാണ് ഇത്. ഈ ഒരു ലെയറാണ് അപ്പ് ലെയർ. ഈ അപ്പ് ലെയർ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നത് യു എന്ന് പറയും. നമ്മൾ ഷോർട്ടാക്കിയിട്ട് അപ്പിനെ യു എന്ന് വിളിക്കുന്നതാണ്. അപ്പർ ലെയർ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതിന് യു എന്നും, ഇനി അപ്പർ ലെയർ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് തിരിക്കുന്നതിന് യു ഡാഷ് എന്നും പറയുന്നു. ഓക്കെ, യു ഡാഷ്, ഇത് യു ഡാഷ്. ഇനി ഇതിൻ്റെ താഴിലുള്ളതും അപ്പ് ലെയർ തന്നെയാണ്. ഇതിൻ്റെ താഴിലുള്ളത് പക്ഷേ നമ്മൾ ഇതിനെ വിളിക്കുക, ഇത് ക്യാപിറ്റൽ ലെറ്റർ യു ആണ്, ഇത് സ്മോൾ ലെറ്റർ യു. സ്മോൾ ലെറ്റർ യു നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ലെറ്റർ യു. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ യു ഡാഷ്. ഇനി ഈ ഒരു ലെയറാണ് റൈറ്റ് പീസാണ്. ഈ ഒരു ലെയർ, ഈ റൈറ്റ് ലെയറിന് അപ്പിലേക്ക് തിരിക്കുന്നതിനാണ് ആർ. റൈറ്റ് പീസിന് അപ്പിലേക്ക് തിരിക്കുന്നതിന് ആർ എന്നും, റൈറ്റ് പീസിന് ഡൗണിലേക്ക് തിരിക്കുന്നതിന് ആർ ഡാഷ് എന്നും പറയും. ഓക്കെ, ആർ ഡാഷ്. ഇനി ഈ റൈറ്റിന് ഇപ്പുറത്തെ ഒരു റൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് റൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ ആർ ഡാഷും. ഇത് സ്മോൾ ലെറ്റർ ആർ, ഇത് അപ്പിലേക്ക് ഇരിക്കുന്നത് സ്മോൾ ലെറ്റർ ആർ, ഇത് ഡൗണിലേക്ക് തിരിക്കുന്നത് സ്മോൾ ലെറ്റർ ആർ ഡാഷ്. ഇനി ഇത് എൽ പക്ഷേങ്കിൽ ഇത് നമ്മൾ അപ്പിലേക്കാണ് ആറ്. ഇത് പക്ഷേങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് പീസിനെ താഴോട്ടേക്ക് തിരിക്കുന്നതിന് ക്യാപിറ്റൽ ലെറ്റർ എൽ എന്നും, ലെഫ്റ്റ് പീസിനെ മുകളിലോട്ടേക്ക് തിരിക്കുന്നതിനാണ് എൽ ഡാഷ് എന്ന് പറയാം. ഇത് സ്മോൾ ലെറ്റർ അതും അങ്ങനെ തന്നെ. സ്മോൾ ലെറ്റർ താഴോട്ടേക്ക് തിരിക്കുന്നതിന് സ്മോൾ ലെറ്റർ എൽ എന്നും, മുകളിലോട്ടേക്ക് തിരിക്കുന്നതിന് എൽ ഡാഷ് എന്നും പറയും. സ്മോൾ ലെറ്റർ എൽ ഡാഷ് എന്നും പറയും. ഇനി ഇതിപ്പോൾ ഈ ഒരു വൈറ്റ് പീസിനെയാണ് നമ്മുടെ മുഖത്തോട് വെച്ചിരിക്കുന്നത്. ആ പീസിൻ്റെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ആ വൈറ്റ് ഇതിനെ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നത് എഫ്, അതായത് ഫ്രണ്ട് എഫ്. ഇതിൽ സ്മോൾ ലെറ്റർ എഫ് ഒന്നും ഇല്ല. സ്മോൾ ലെറ്റർ എഫ് നമുക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല. ഇത് എഫ്. ഈ ഒരു ഫ്രണ്ട് പീസിനെ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതിന് എഫ് എന്നും, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഇരിക്കുന്നതിന് എഫ് ഡാഷ് എന്നും പറയും. ഈ ഒരു പീസാണ് ഞാനിപ്പോൾ എൻ്റെ മുഖം നോക്കിയിട്ടുള്ളത്. ഈ ഒരു പീസാണല്ലോ ഞാനിപ്പോൾ നോക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബാക്കിൽ യെല്ലോ ആണ്. ഈ യെല്ലോ പീസ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ബാക്കിൽ ഈ ഒരു പീസ്, ഇതിന് ബി എന്നാണ് പറയുക കേട്ടോ. ഈ ബാക്കിൽ ഈ ഒരു പീസ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇതൊക്കെ കണ്ടില്ലേ, ഇത് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഈ ബാക്കിലെ പീസ് അതിന് ബി എന്ന് പറയും. ഇത് കണ്ടില്ലേ, ഇതാണ് ബി. വേറെ ബി ഡാഷ് ഒന്നും നമുക്കിതിൽ ആവശ്യം വരുന്നില്ല. ബി ഇത് എന്തായാലും ബി ഡാഷ് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ എന്തായാലും ബീൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ബി ഡാഷ്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കേട്ടോ ബി. ഓക്കെ, ഇപ്പം എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യു ഡാഷ്, സ്മോൾ ലെറ്റർ യു ഡാഷ്, ആർ. ഞാൻ ആർ എന്നാണ് പറയുന്നത്, യു എന്നല്ല ക്യാപിറ്റൽ പറയുന്നില്ല. ക്യാപിറ്റലാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് ആർ ഡാഷ്, ഇത് സ്മോൾ ലെറ്റർ ആർ, ഇത് സ്മോൾ ലെറ്റർ ആർ ഡാഷ്. ഇനി ഇത് എൽ, ഇത് എൽ ഡാഷ്, ഇത് സ്മോൾ ലെറ്റർ എൽ ഡാഷ്. ഇനി ഇത് എഫ്, ഇത് എഫ് ഡാഷ്. പിന്നെ ഇത് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ബി ടു. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇത് ഷഫിൾ ചെയ്യാം. ഈ ക്യൂബ് ഷഫിൾ ചെയ്തിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം.
ഓക്കെ, ഇതിന് ഞാൻ ഷഫിൾ ചെയ്യാനാണ് പോകുന്നത്. ഞാൻ എങ്ങനെയല്ലോ ഷഫിൾ ചെയ്യാണ്, നമുക്കറിയില്ല ഇത് എങ്ങനെയാണുള്ളതെന്ന്. മൊത്തം ഒന്ന് കളാക്കാൻ നോക്കിയാണ് ഞാൻ. ഇതിപ്പോൾ നന്നായിട്ട് ഷഫിളായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ നേരത്തെ ചെയ്ത അതേ മെത്തേഡൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ മൊത്തം ഷഫിളാണ്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ഓക്കെ, ഇത് മിഡ് പീസാണ്. ഈ ഒന്നല്ല 3x3 ക്യൂബിലൊക്കെ ഒരു പീസാണ് മിഡ് പീസെങ്കിൽ ഇതിൽ ഈ 4 പീസസ് ചേർന്നിട്ടാണ് ഒരു മിഡ് പീസ് ആവുന്നത്. ഓക്കെ, ഈ 4 പീസസ് ചേർന്നിട്ടില്ല, ഇതാണ് ഒരു മിഡ് പീസ്. നമുക്കിത് റെഡിയാക്കുമ്പം ഫസ്റ്റ് മിഡ് പീസാണ് തയ്യാറാക്കേണ്ടത്. അതായത് ഇത് ഫുൾ ഇതിപ്പോൾ ഗ്രീൻ അല്ലേ ഉള്ളത്, ഗ്രീന്, ഇത് 2 ഗ്രീൻ, ഇത് യെല്ലോ, ഇത് വൈറ്റ്, അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഇപ്പോൾ വേറത് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് ഒരേ കളറാക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളർ ഉണ്ടാവും, അതും വെച്ചിട്ടാണ് നമ്മളിനി ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് വൈറ്റ് എന്ന് തുടങ്ങാം. ഈ വൈറ്റ് ഞാനിപ്പോൾ ഇവിടെ മിഡ് പീസ് ആക്കാൻ പോവുകയാണ്. അത് സിമ്പിളാണ് മിഡ് പീസ് ആക്കാൻ. നമുക്ക് എവിടെയാണ് ഇനി ഇവിടെ ഇപ്പോൾ 2 വൈറ്റ് ഉണ്ട്. നിങ്ങളുടെ ക്യൂബിൽ ഞാൻ വെച്ച അതേ സ്ഥലത്ത് ഞാനിപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ ഇവിടെയാണ് 2 വൈറ്റ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്യൂബിൽ നിങ്ങൾ ഷഫിൾ ചെയ്ത പോലെയാണ് വൈറ്റൊക്കെ പീസ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ വൈറ്റ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഉപകാരമില്ല, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ്, ഏതെങ്കിലും ഒരു വൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ വൈറ്റ്. ഇനി നമുക്ക് വേറെ എവിടെയാണ് വൈറ്റ് ഉള്ളത് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ക്യൂബിൽ ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്, ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്. ഇനി ഈ വൈറ്റ് ഇവിടെ എത്തിക്കണം. ഈ 2 കോവാക്കാനാണ് ഞാൻ ഈ ഒരു വൈറ്റ് പീസിനെ ഇവിടെ എത്തിക്കുന്നത്. ഈ 2 എണ്ണം കോവാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ ഇതുള്ളത്. അപ്പം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ്, ഇതിപ്പോൾ ഇവിടെയാണ് ഈ വൈറ്റ് ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറ്റ് ഇവിടെയാണ് എത്തിക്കേണ്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും അത് സിമ്പിളൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാവർക്കും സാധാരണ ഒരു ഈസിയാണ്, അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇവിടെ ഇല്ലത് ഇവിടെ എത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്? സാധാരണ പോലെ ഈ ഒരു കള്ളിയിൽ ഈ വൈറ്റിനെ എത്തിക്കുക. അതായത് ഈ 4 പീസസിൽ ഈ ഒരു കള്ളിയിൽ വൈറ്റിനെ എത്തിക്കുക. ഇതിപ്പം ഞാൻ ഈ 4 പീസസിൽ ഈ ഒരു സ്ഥലത്ത് വൈറ്റിനെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം നമ്മൾ ഇതിവിടെ, അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഇത് കോവായി. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതിനെ ഞാൻ ഇവിടെ എത്തിച്ചു. എന്നിട്ട് ഇവിടെ ഇതെത്തിക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ 2 വൈറ്റ് കോവായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ 2 വൈറ്റ് കോവായി വന്നിട്ടുണ്ട്. ഇനി അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ 2 വൈറ്റ് ഉണ്ട്. ഇതിന് 2നെയും നമ്മൾ ഇതേപോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ജസ്റ്റ്, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് പോകുമല്ലോ, ഇവിടെ ചോന ആവും. പക്ഷേ വെറുതെ നമ്മളിപ്പോൾ ആക്കിയതാണല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് ഇവിടെ ഇതൊന്ന് മാറാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിൽക്കണമല്ലോ. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് മാറിപ്പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇങ്ങോട്ടേക്ക് നമുക്കിങ്ങനെ നോക്കാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചാൽ ഇത് പോകും, കണ്ടില്ലേ, പോയി. ഇനി ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇവിടെ നിന്ന് തിരിച്ചാൽ ഇവിടെ ഉണ്ടാവില്ല, അത് ഇങ്ങോട്ടേക്ക് തിരിക്കുക, നേരം അത് പോയി. തിരിക്കുക, നേരം അത്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിക്കുമ്പോൾ ഇതൊന്നും ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു. ഇനിയിപ്പോൾ വൈറ്റ് എവിടെ ഇല്ലേ നമുക്ക് നോക്കാമല്ലോ. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അത് ഞാൻ സാധാ പറഞ്ഞല്ലോ. ഒരു സാധാരണ പോലെ നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഇവിടെ എത്തിക്കണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഇവിടെ ഈ വൈറ്റ് എത്തണം.
അതായത് ഈ ഒരു സൈഡിൽ ഇവിടെയാണ് നമുക്ക് ഈ വൈറ്റിനെ എത്തിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ അവിടെ ആ വൈറ്റിനെ എത്തിക്കും. കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ വൈറ്റിനെ എത്തിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ അല്ല അത് പോവാതെ നോക്കണം. ഇതിപ്പോൾ നമ്മൾ തിരിച്ചപ്പം ഇതും ആയിട്ടുണ്ട്. ഇനി ഈസി ആണല്ലോ. ഇനി നമുക്കിത് സാധാ പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോവേ വരും, വേറൊരു കളറും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിനി ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നീലയോ പച്ച അതൊന്നും ചെയ്യണ്ട, വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോയേ വരുള്ളൂ. ഇനിയാണ് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവാൻ നമ്മൾ ഇനിയാണ്. ഓക്കെ, ഞാനിനി നോക്കിക്കേ, ഇവിടെ ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എവിടെയെങ്കിലും യെല്ലോ ഉണ്ടോ എന്ന് നോക്കിയാണ്. ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, മിഡ് പീസിലാണ്. ഇവിടെയൊന്നും യെല്ലോ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ മിഡ് പീസാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പം മിഡ് പീസിൽ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്, ഇവിടെ ഒരു യെല്ലോ, ഇവിടെ ഒരു യെല്ലോ ആയിട്ട് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കണം. അതിന് ഇവിടെ ഒരു യെല്ലോ കാണുന്നുണ്ട്. ഇത് പക്ഷേങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇതിവിടെയാണെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു യെല്ലോ കട്ട വരാത്തൊരു സ്ഥലം, അതായത് ഇങ്ങനെ തിരിച്ചാൽ എന്തായാലും ഇത് മാറിപ്പോവല്ലേ ചെയ്യാൻ. ഇനി ഞാനിത് ഇവിടെ എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പീസിൽ ഇവിടെ എത്തിച്ചു, എന്നിട്ടൊന്ന് സാധാ പോലെ ഇതൊന്ന് ചെയ്തിപ്പിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഈ വൈറ്റിൻ്റെ മിഡ് പീസ് പോയി. ഈ വൈറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ച മിഡ് പീസ് പോയി. അപ്പോൾ ഈ മിഡ് പീസ് പോവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഈ യെല്ലോ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം. ജസ്റ്റ് തിരിച്ചിട്ടാകുമ്പോൾ ഇതെന്തെങ്കിലും ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇവിടെ ഈ യെല്ലോവും ഉണ്ട്. ഇതിപ്പം ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഉള്ളത്. ഇനി വേറെ എവിടെയാണ് മിഡ് പീസ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെയാണ് ഒരു യെല്ലോ മിഡ് പീസിന് ഒരു ഭാഗം യെല്ലോ ഉള്ളത്, എവിടെയോ ഒന്നുണ്ട്. നമുക്കിനി ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഈടെയാണ് ഇനി അടുത്ത യെല്ലോ പീസ് എത്തിക്കേണ്ടത്. ഇനി ഞാൻ അതുകൊണ്ട് ഇവിടെ ഈ യെല്ലോ പീസ് എത്തിക്കുന്നു, എന്നിട്ട് സാധാ പോലെ ഇത് രണ്ടും ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അഥവാ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് യെല്ലോ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്താൽ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്താൽ ഇവിടെയുള്ള വൈറ്റിൻ്റെ മിഡ് പീസ് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു യെല്ലോ പീസ് ഇപ്പം ഇവിടെയാണ് നമ്മൾ ഉള്ളത്. ഈ ഒരു യെല്ലോ രണ്ട് പീസിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഈ രണ്ട് യെല്ലോ പീസിനെ എത്തിക്കാം. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു യെല്ലോ പീസിൻ്റെ സൈഡിലേക്ക് ഈ ഒരു യെല്ലോ പീസിനെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് മുകളിലേക്ക് തിരിക്കുന്നു. ഇതൊന്ന് മുകളിലേക്ക് തിരിച്ചിട്ട് ഇത് U2 ചെയ്യും. U2 എന്നിട്ട് ഇത് ഡൗൺ. ഇതിപ്പോൾ നമ്മൾ ഈ രണ്ട് മിഡ് പീസ് റെഡി ആയിട്ടുണ്ട്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡിലേക്ക് ഈ രണ്ട് യെല്ലോ ഇല്ലേ, അവിടെ മറ്റേ യെല്ലോൻ്റെ പീസും ഈ സൈഡ് തന്നെ വെച്ചു. എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ മിഡ് പീസ് ഒന്ന് അപ്പ്, ഇത് രണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മിഡ് പീസ് ഈ ഒരു പീസ് ഒന്ന് അപ്പ് ചെയ്തു. എന്നിട്ട് ഇതിപ്പോൾ 6 ആണ്, സ്മോൾ ലെറ്റർ 6 ചെയ്തു. എന്നിട്ട് U2 ചെയ്തു. എന്നിട്ട് ഡൗൺ ചെയ്തു. ഈ ഒരു R' സ്മോൾ ലെറ്റർ R' ചെയ്തു. അപ്പം നമുക്ക് ഈ രണ്ട് സൈഡും പീസാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ അപ്പ് 2 സൈഡ് ഡൗൺ എന്നാണ് നമ്മൾ ഇതിന് പറയൽ. ബാക്കിയുള്ളതിനാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യൽ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതില്ലേ, ഇനി നമ്മളിവിടെ ബ്ലൂ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. കാരണം ഇവിടെ 2 ആയ ബ്ലൂ ഉണ്ടല്ലോ, അവിടെ തന്നെ ഞാൻ ബ്ലൂ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് വേറെ എവിടെയെങ്കിലും ബ്ലൂ ഇല്ലേ നോക്കാം. ഇത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ സാധാ പറയുന്ന പോലെ തന്നെ ഇവിടെ ആണ് ഈ ബ്ലൂ എത്തിക്കേണ്ടതെങ്കിൽ ഈ ഒരു സൈഡും ഈ ഒരു പീസിൻ്റെ ഇവിടെ തന്നെ ബ്ലൂ എത്തിക്കുക. ഈ ഒരു പീസില്ലേ
അവിടെ ഈ ഒരു ആർ പീസിൻ്റെ മിഡ് പീസിൻ്റെ മുകളിലത്തെ ഈ പീസിലെ ഈ ബ്ലൂ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ ഞാനിത് ഇവിടെ എത്തിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോവാക്കുക. ഇതിപ്പം ഈ രണ്ട് സൈഡാണ് യെല്ലോ ഉള്ളത്. യെല്ലോവും വൈറ്റും പെയറായിട്ടുള്ളത് കൊണ്ട് ശരിയായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും ഡിസ്റ്റർബൻസ് ആവില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ പെയറാക്കി. അപ്പം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത് മാറി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് മാറി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഇതിപ്പോൾ ശരിയാക്കാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇത് പോവും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി. ഇതിപ്പം ഇവിടെയും റെഡി ആയിട്ടുണ്ട്, ഇവിടെയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ട് സാധാ പോലെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഒന്നും മാറിയൊന്നും ചെയ്യില്ല, കാരണം ഇവിടെ രണ്ടിടത്തുമാണ് യെല്ലോവും വൈറ്റും ഉള്ളത്. ഇവിടെ ഗ്രീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ. നമുക്ക് ഇതൊന്ന് സാധാ പോലെ ഓക്കെ. ഇവിടെ നീലയുടെ മിഡ് പീസും ആയിട്ടുണ്ട്, വൈറ്റിൻ്റെ മിഡ് പീസും ആയിട്ടുണ്ട്, യെല്ലോൻ്റെ മിഡ് പീസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബ്ലൂവിൻ്റെ മിഡ് പീസിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പീസ്, ഈ ഒരു ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീനേ വരും. ഇനി നമുക്ക് ഇവിടെ ഗ്രീൻ ആക്കണം. ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. ഇനി അതേപോലെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇവിടെ ഇവിടെ എവിടെയെങ്കിലുള്ള ഗ്രീൻ ഇവിടെ എത്തിക്കണമെങ്കിൽ അവിടെ ആ ഗ്രീനുള്ള എവിടെയാണ്. ഇനിയിപ്പോൾ നമ്മളെ ഗ്രീൻ ഇല്ലെങ്കിൽ ഇതിവിടെ കണ്ടില്ലേ, ഇത് ഇവിടെ തന്നെ എത്തും. അപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കോ ആവും. പക്ഷെ നിങ്ങളത് ചെയ്യുമ്പം ഈ ബ്ലൂവിൻ്റെ മിഡ് പീസ് പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ബ്ലൂ മിഡ് പീസ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മളിപ്പോൾ അതേ സെയിം മെത്തേഡ് ചെയ്തിട്ടാണ് മിഡ് പീസ് പോയത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്ന് തിരിച്ചു നോക്കാം. എന്നിട്ട് മിഡ് പീസ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങോട്ടേക്കുള്ളതായിരുന്നു. നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് ശരിയാക്കുമ്പോൾ ഒന്ന് തെറ്റിപ്പോയി. ഇങ്ങോട്ടേക്ക് ശരിയാക്കുമ്പോൾ ഇതിൻ്റെ കോ തെറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇവിടെ കോ ആക്കിയതാണല്ലോ, അപ്പോൾ അത് തെറ്റാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നിങ്ങനെ സാധാ പോലെ കോ ആക്കി. അപ്പോൾ ഇവിടുത്തെ മിഡ് പീസ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേറെ സൈഡ് എടുത്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മിഡ് പീസ് റെഡി ആയിട്ടുണ്ട്, ഇവിടെയുള്ള ഗ്രീൻ പീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഗ്രീൻ പീസ് ചെയ്തെടുക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യേണ്ടത്. പക്ഷേ ഫസ്റ്റ് ഇത് രണ്ട് ഇതും കോ ആക്കാൻ അതൊന്നും പ്രശ്നമല്ല. നമുക്കിതൊന്ന് കോ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു പീസും കോ ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഇതെങ്ങോട്ടേക്ക് തിരിച്ചാലാണ് ഇവിടെ ഈ ഒരു പീസ് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇതിവിടെ എത്തുന്നു ഇങ്ങനെ. ഇനിയിപ്പോൾ ഈ ഒരു പീസ് എവിടത്തേക്ക് തിരിച്ചാലാണ് ഇവിടെ എത്താമെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് തിരിയും. ഇതിപ്പോൾ എവിടെയാണെങ്കിൽ ഇതെവിടെ അത് നമുക്ക് തിരിയും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചപ്പോൾ ഈ ഒരു മിഡ് പീസിൽ ഈ രണ്ട് പീസ് മാറിയിട്ടുണ്ട്, ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ മാറാതെ ഇനി എങ്ങനെയാണ് ഇത് രണ്ടൊന്നും മാറ്റാതെ എങ്ങനെയാണ് ഇവിടെ എത്തിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് സാധാ നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതേ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ സാധാ പോലെ തിരിച്ചു. അപ്പോൾ ഈ ബ്ലൂ ഒന്നും ആയിട്ടില്ല, ഈ കോ ചെയ്തത് ഒന്നായിട്ടില്ല, ഈ കോ ചെയ്തത് ഒന്നായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ബ്ലൂവും ഗ്രീനും ആക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യരുത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഈ കട്ട ഉണ്ടായിരുന്നത്, ഈ പീസ് ഉണ്ടായിരുന്നത്. നമ്മളിതിപ്പോൾ ഒന്ന് സാധാ പോലെ ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എവിടെയില്ല ബ്ലൂ പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ റൈറ്റിലാണ് ചെയ്തത്, ഇപ്പോൾ ലെഫ്റ്റിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പ് ടു സൈഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കരുതിയാൽ മതി. കാരണം നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഈ സൈഡാണ് വന്നതെങ്കിൽ തെറ്റിപ്പോവും. ഈ സൈഡാണ് വന്നതെങ്കിൽ 6 ചെയ്തിട്ട് കാര്യമില്ല, ഈ സൈഡ് എല്ലാം തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അപ്പ് ടു സൈഡ് ഡൗൺ ചെയ്യാണ്. ഞാൻ ഈ രണ്ട് പീസും പിടിക്കുന്നുണ്ട്. ഈ പീസ് കൊളായാലൊരു കാര്യമില്ല, അല്ലെങ്കിൽ അത് കൊളായിട്ടാണുള്ളത്, തെറ്റിയിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഈ രണ്ട് പീസ് അപ്പ്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടില്ലേ, ഈ പീസ് ഇതിൻ്റെ നേരെയാണുള്ളത് കേട്ടോ, കണ്ടില്ലേ, ഈ പീസ് ഇതിൻ്റെ നേരെയാണുള്ളത്. അവിടെ ഇപ്പോൾ മിഡ് പീസ് ജോയിൻ ആയിട്ടുണ്ട്. ഇനി അപ്പ് ടു സൈഡ് ഡൗൺ
ഇതിപ്പം ഇതും മിഡ് പീസായി, ഈ ഒരു മിഡ് പീസും ആയി. ഇനി നമുക്ക് ആകെ മിഡ് പീസ് ആക്കാനുള്ളത് ഓറഞ്ചും റെഡും ആണ്. എല്ലാ പ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡേ വരും. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഈ ഒരു ക്യൂബ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു എൻഡ് പീസ് എടുക്കുക. ഞാനിപ്പോൾ ഈ വൈറ്റിൻ്റെ അടുത്തുള്ള ഈ ഒരു എൻഡ് പീസ് എടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനൊന്നുമല്ല, അത് നമുക്കൊന്ന് മനസ്സിലാവാനാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ബ്ലൂ ആയിട്ട് യോജിപ്പിച്ചു. കണ്ടോ, ഞാനിപ്പോൾ ചെയ്യാത്തത് റെഡും ഓറഞ്ചും ആണ് മിഡ് പീസ് ചെയ്യാത്തത്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പീസ് എടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പീസാണ് ഞാൻ നേരത്തെ എടുത്തിരുന്നത്. ഇതിപ്പോൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഇവിടെ എവിടെയോ ആ വൈറ്റിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു പീസ് എടുക്കുക, ഇതോ അതോ ഈ ഒരു എഡ്ജ് പീസിൽ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട്, ഇതിപ്പോൾ ബ്ലൂ അല്ലേ, ബ്ലൂവിൻ്റെ അടുത്ത് എത്തിക്കുക. ഇവിടെ ഏതാ ഉള്ളത് നോക്കുക, യെല്ലോൻ്റെ അടുത്ത് എത്തിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു കളറാണ്. അത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടേ ഇവിടെ റെഡ് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിവിടെ ഓറഞ്ച് ഫില്ല് ചെയ്താൽ നമ്മൾ ഫുള്ള് തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ റെഡ് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് മിഡ് പീസ് ആക്കി എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു എഡ്ജ് പീസ് വെച്ച് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇതിപ്പോൾ ബ്ലൂ ഇവിടെയല്ലോ, അപ്പോൾ ഇവിടെ റെഡാണ് വരേണ്ടത്, അവിടെ റെഡേ വരാവും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്താലാണ് ഇവിടെ 2 റെഡും 2 ഓറഞ്ചും ആക്കി എടുക്കാൻ പറ്റാൻ നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി, ഇല്ല, ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്കിനി ഒരു മെത്തേഡ് ചെയ്യാം. ഇവിടെ 3 ഓറഞ്ചും 1 റെഡും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ റെഡാണ് ചെയ്യേണ്ടത് കേട്ടോ, അത് നമുക്ക് ഓർത്ത് വെക്കണം. ഇവിടെ 3 ഓറഞ്ചും 1 റെഡും. നമുക്ക് ഫസ്റ്റ് ഇവിടെ 3 ഓറഞ്ച് 1 റെഡ് ആക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇല്ല, ഇങ്ങനെ തിരിച്ച് നോക്കാം. പക്ഷേങ്കിൽ ഈ വൈറ്റ് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ തിരിച്ചിട്ടാകുമ്പോൾ ഇതിപ്പോൾ വൈറ്റ് പോയില്ലേ, വൈറ്റും യെല്ലോവും മിഡ് പീസ് പോയി. വൈറ്റ് പോയി, ഇതിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലോട്ടാണെങ്കിൽ ഗ്രീന് പോകാതെയും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു പീസ് വേണ്ട, ഇവിടെയാണ് നമുക്ക് ആവാണ്ടുള്ളത്, ഇവിടെ യെല്ലോ ആണേ വേണ്ടത്. ആ ഒരു പീസിൻ്റെ നേരെ ഈ ഒരു ഓറഞ്ച് പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് തിരിച്ചു, എന്നിട്ടാണ് ഞാൻ തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റെഡായിട്ട് റെഡായിട്ട് ഇവിടെ ഒരു ഓറഞ്ച് പീസ് മാത്രം ബാക്കിയായിട്ട് വരും. കണ്ടില്ലേ, ഇങ്ങനെ തിരിച്ചു. അപ്പോൾ യെല്ലോവും മിഡ് പീസായി, വൈറ്റും മിഡ് പീസായി. ഇനി ഈ ഒരു പീസാണ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കണ്ടില്ലേ, ഈ ഒരു പീസാണ് ആവേണ്ടത്. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഈടിയും ഈ ഒരു പീസും ഈ ഒരു പീസും ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഈ ഒരു പീസ് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇനി ചെയ്യാൻ പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കാം, എഡ്ജ് പീസ് ആയിനോന്ന്. ബ്ലൂ, ഞാനിപ്പോൾ ഈ ഒരു എഡ്ജ് എടുത്ത് ഏതെങ്കിലും ഒരു എഡ്ജ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള എഡ്ജ് തന്നെ എടുക്കുക, ഏതെങ്കിലും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഈ ഒരു എഡ്ജ് എടുത്തു. അപ്പോൾ ഇത് ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി ഇപ്പുറത്തെ സൈഡ് റെഡുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചാൽ ഇവിടെയാണ് റെഡ് വേണ്ടത്, ഇവിടെ യെല്ലോ ആണല്ലോ. അപ്പം ഗ്രീന് യെല്ലോ, ഇനി ഇവിടെ റെഡ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് 2 ടൈംസ് തിരിച്ച് നോക്കി. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് 2 ടൈംസ് തിരിച്ചു നോക്കണം. അതായത് 2 ടൈംസ് ഏതെങ്കിലും ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈഡാണ് ഞാൻ നോക്കിയിട്ടുള്ളത്, ഈ ഒരു സൈഡ് ആയതുകൊണ്ട് ഈ ഒരു പീസ്, ഈ ഒരു ബാക്കിലെ പീസാണ് ഞാൻ 2 സൈഡ് തിരിച്ചിട്ടുള്ളത്. 2 സൈഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് തിരിക്കാം ഇങ്ങനെ. 2 സൈഡ് ഞാൻ പറഞ്ഞല്ലോ, 2 സൈഡോ 3 സൈഡ് ഞാനിപ്പോൾ തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി, 3 സൈഡാണ് തിരിക്കേണ്ടത്. 2 സൈഡ് തിരിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. 2 ഓട്ടം മാത്രം നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ 2 ഓട്ടം മാത്രം തിരിച്ചാൽ മറ്റേ ആദ്യം ആയതുപോലെയാണ് ആവുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലാണ്, നമ്മളെ ഫ്രണ്ട് പീസ് നമ്മളെ മുമ്പിലുള്ളത് ഈ ഒരു പീസാണ്.
ഇനി ഈ ഒരു ബാക്കിൽ നിന്ന് ഞാൻ 3 ഓട്ടം തിരിക്കുന്നുണ്ട്. 1 ഈ ബാക്ക് പീസിലെ ഞാൻ ബി പറഞ്ഞില്ല, അത് 1 2 3. ഇത് ബീന്നൊന്നും കണക്കാക്കണ്ട. ഇത് സാധാരണ ഒന്ന് ബാക്ക് ഇങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കും തിരിക്കാം, എങ്ങോട്ടേക്ക് വേണമെങ്കിലും തിരിക്കാം. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാം 3 ഓട്ടം തിരിച്ചു കഴിഞ്ഞാൽ ഒന്നിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, ഓക്കെ 3 നമ്മളിതിങ്ങനെ തിരിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി തിരിച്ച് നോക്കാം. എങ്ങനെ തിരിച്ചാലാണ് ഇവിടെ 2 പീസ് റെഡ്, ഇവിടെ 2 പീസ് ഓറഞ്ച്, അല്ലെങ്കിൽ ഇവിടെ 2 പീസ് റെഡ്, ഇവിടെ 2 പീസ് ഓറഞ്ച്, 2 സൈഡ് 2 പീസ് കോ ആയിട്ട് വരുന്ന വരെ ഈ 2 പീസ് ഈ മിഡ് പീസിൽ ഈ 2 മിഡ് പീസിൽ 2 പീസ് യെല്ലോവും 2 പീസ് ഓറഞ്ച് 2 പീസ് റെഡും ആവുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ച് നോക്കാം. എങ്ങോട്ടേക്ക് തിരിച്ചാലാണോ ആവുക. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ഇതിപ്പോൾ ആയിട്ടില്ല. കണ്ടില്ലേ, ഞാൻ മിഡ് പീസ് കണ്ടില്ലേ, ഞാനിങ്ങനെ 2-3 വട്ടം തിരിച്ച് നോക്കിയാണ് ആവുന്നുണ്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ തന്നെ ആവും. ഇനി ഒന്ന് തിരിച്ച് നോക്കാം ആവുന്നുണ്ടോ ഇല്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ ഈ 2 പീസ് കോവാണ്, ഈ 2 പീസും കോവാണ്, ഈ 2 പീസും കോവാണ്, ഈ 2 പീസ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഈ വൈറ്റ് യെല്ലോവും ഇതാക്കാണ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ തിരിച്ചിട്ടാകുമ്പോൾ ഈ വൈറ്റ് യെല്ലോവും മാറിയിട്ടുണ്ടാവും. എന്തായാലും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ മാറ്റണം, ഈ 2 വൈറ്റ് യെല്ലോവും മാറ്റണം. സാധാ തിരിച്ചിട്ട് തന്നെ മാറ്റിയാൽ മതി, സാധാ പോലെ ആക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ടാകുമ്പോൾ അങ്ങനെ മാറിക്കോളും. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. അത് തെറ്റാനേ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു എഡ്ജ് എടുക്കുക, എന്നിട്ട് ഇവിടെ ഏത് കളറാണോ വേണ്ടത് അങ്ങനെ നോക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെയാണ് യെല്ലോ ആക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ ഓറഞ്ച് വേണം, ഇവിടെ പച്ച. ഓക്കെ, ഇവിടെ യെല്ലോ ആക്കണം, ഇവിടെ ഓറഞ്ച് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയാലൊന്നും ആവില്ല. അതുകൊണ്ട് സാധാ ഇതൊന്ന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുക. എല്ലാം ഒന്ന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഓറഞ്ച്, ഇവിടെ യെല്ലോ ആണ്. എല്ലാം ഒന്ന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ ഓറഞ്ചും ആക്കണം, ഇവിടെ യെല്ലോ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചാൽ നമ്മളത് കൊളാത്തേയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇത് സാധാ പോലെ ഒന്ന് തിരിക്കാം. സാധാ പോലെ ഇതിപ്പോൾ ഇവിടെ ഓറഞ്ച് ആവണമെങ്കിൽ എന്താ വേണ്ടത്, മറ്റേ മെത്തേഡൊന്നും യൂസ് ചെയ്യണ്ട. ഇതിങ്ങനെ തിരിച്ചാൽ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഈ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെ കണ്ടില്ലേ. നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇവിടെ ഓറഞ്ചായി, ഇവിടെ ഓറഞ്ചായി, ഇവിടെ വൈറ്റാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഇവിടെ ഇങ്ങനെ തിരിച്ചാൽ ഇവിടെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടെ വൈറ്റും ആയി, ഇവിടെ വൈറ്റായി, ഇവിടെ യെല്ലോ ആയി, ഇവിടെ യെല്ലോ ആയി. അപ്പോൾ നമ്മളൊന്ന് 2 പ്രാവശ്യം ഇങ്ങനെ 1 2 തിരിക്കുമ്പം ഈ മിഡ് പീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ 4x4 ക്യൂബിലെ ഫസ്റ്റത്തെ മെത്തേഡ്. ഇതാണ് ജോയിനിങ് ദി മിഡ് പീസ്, അതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒന്നും കൂടി ഞാൻ എഡ്ജ് വെച്ച് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം എഡ്ജ് വെച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഒന്ന് എഡ്ജ് വെച്ച് നോക്കിയതാണിപ്പോൾ. റെഡ് ഇവിടെ, വൈറ്റ് ഇവിടെ, ബ്ലൂ ഇവിടെ. അപ്പോൾ നമ്മുടെ മിഡ് പീസൊക്കെ കറക്റ്റ് ആയിട്ടാണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസസ് ഈ രണ്ട് പീസിന് പകരം 3x3 ക്യൂബിക്സ് ക്യൂബിൽ ഒരു പീസാണ് ഉണ്ടാവുക. പക്ഷെ നമ്മളടുത്ത് ഇവിടെ 2 പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 2 സൈഡും ഒരേ ഇതാക്കുന്നത്. ഇപ്പോൾ ഇവിടെയും വൈറ്റ് ആണെങ്കിൽ ഇവിടെയും വൈറ്റ്, ഇവിടെയും ഗ്രീൻ ആണെങ്കിൽ ഇവിടെയും ഗ്രീൻ. ഓക്കെ, അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വൈറ്റ് തന്നെ നമ്മൾ വൈറ്റ് ആണല്ലോ അല്ലേ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ഈ വൈറ്റ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വൈറ്റിൽ ഈ ഒരു വൈറ്റ് ഇങ്ങനെ ഇവിടെയുള്ള പീസസ്, ഈ ഏത് സൈഡ് ഈ പീസസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ പീസസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഈ പീസസ്സാണ്, ഈ ഒരു എഡ്ജ് പീസസ്, ഈ ഒരു മിഡ് പീസിൻ്റെ ഈ ഒരു പ്ലസ് പീസസ് ഉണ്ടല്ലോ, ഇങ്ങനെ പ്ലസ് ആക്കാൻ പറ്റുന്ന പീസസ്, അത് നമ്മൾ നോക്കണം. ഇനി വൈറ്റ്, നമുക്ക് വൈറ്റ് തന്നെ തുടങ്ങാം. ഈ വൈറ്റ് അല്ല, അങ്ങനെയല്ല വൈറ്റ് പറയുന്നത്, ഇങ്ങനെ വൈറ്റ് പീസസ് തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് പീസാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വെറുതെ തിരിച്ചതാണ്, ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ട. ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തുള്ളത് ബ്ലൂ ആണ്. ഇങ്ങനെയുള്ള പീസ്, ഈ ഒരു പീസ്, ഇങ്ങനെയുള്ള ഒരു പീസ് ഇവിടെയാണുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വൈറ്റ് പീസിൻ്റെ ഇവിടെ ഉള്ളത് ബ്ലൂ ആണ്. അങ്ങനെയുള്ളൊരു പീസ് എവിടെയാണുള്ളത് എന്ന് നോക്കാം.
ഇതാ ഇവിടെയാണ് അങ്ങനെയുള്ളൊരു പീസ് ഉള്ളത്. ഇവിടെയാണ് ഇതുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെയെങ്കിലും അടുത്തെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ആയിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണുള്ളത് എന്ന്. ഇവിടെയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ സാധാ ഇതിപ്പോൾ ഈ ഒരു ലെവലിലെത്തി. ഇതെങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചിട്ട് ഈ മിഡ് പീസ് ഒന്ന് കൊളാക്കാണ്ട് നിന്നാൽ മതി. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചിട്ട് ഇതിപ്പോൾ ഇവിടെ വൈറ്റ് യെല്ലോ, വൈറ്റ് ബ്ലൂ, ഇവിടെയും വൈറ്റ് ബ്ലൂ. അതിനെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വൈറ്റ് ഇവിടെ ബ്ലൂ ആവരുത്. ഇവിടെ വൈറ്റ് ഇവിടെ ബ്ലൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചിട്ടാകുമ്പോൾ അങ്ങനെ തന്നെ വന്നോളും. വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വരുത്തിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയോ തിരിച്ചിട്ടാകുമ്പോൾ വരുത്താണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സാധാ പോലെ തിരിച്ചിട്ടാകുമ്പോൾ കണ്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഇങ്ങനെ തിരിച്ചപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ വൈറ്റും ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, മിഡ് പീസ് ഇപ്പോൾ പോയിട്ടുണ്ട്, ഒന്നും ആവില്ല. പക്ഷേ ഈ വൈറ്റും ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച പീസ് ഈ വൈറ്റും ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ബ്ലൂവും ജോയിൻ ആയിട്ടുണ്ട്. ഇനി ഈ ജോയിൻ ചെയ്യിപ്പിച്ച പീസ് ഒന്ന് മുകളിലോട്ടേക്ക് ആക്കിയിട്ടാകുമ്പം ജോയിൻ അല്ലാത്ത പീസസ്, ഇപ്പോൾ നമ്മളൊന്നും ജോയിൻ ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് ഇവിടെ എല്ലാം ജോയിൻ ആവാത്ത പീസാണ്. ഇവിടെയും ജോയിൻ ആയിട്ടില്ല, ഇവിടെയും ജോയിൻ ആയിട്ടില്ല, ഇവിടെയും ജോയിൻ ആയിട്ടില്ല. അതുകൊണ്ട് ജോയിൻ അല്ലാത്ത പീസസ് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇതിപ്പോൾ ഇവിടെ ജോയിൻ ആണെങ്കിൽ നമ്മൾ രണ്ടോട്ടം തിരിക്കേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ ജോയിൻ അല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് താഴോട്ടേക്ക് തിരിച്ചു. എന്നിട്ട് സാധാ പോലെ ഈ മിഡ് പീസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച പീസ് ഇപ്പോൾ ഇവിടെ മുകളിലുണ്ട്. അതിന് നമ്മൾ തൊടാതെ ശ്രദ്ധിക്കണം. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് വൈറ്റും ഓറഞ്ചുമാണ്. ഇതിപ്പോൾ വൈറ്റ് ഓറഞ്ച് ഇത് ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. നമുക്ക് സാധാരണ ഞാനിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ് ചെയ്യാം. ഈ വൈറ്റും ഈ ഓറഞ്ചും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇത് രണ്ടിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. എന്നിട്ട് ഈ വൈറ്റും ഓറഞ്ചും ഒന്ന് ജോയിൻ ആയിപ്പിച്ച ശേഷം മുകളിലോട്ടേക്കൊന്ന് തിരിക്കാം. എന്നിട്ട് ജോയിൻ അല്ലാത്ത ഇവിടെ ഇപ്പോൾ ഒന്ന് ജോയിൻ ആയിട്ടുണ്ട്. ഇവിടെ ഇത് താഴോട്ടേക്കാക്കാൻ പാടില്ല. ഇതൊന്ന് സാധാ താഴോട്ടേക്കാക്കി കൊടുക്കുക. എന്നിട്ട് സാധാ പോലെ തന്നെ ഈ മിഡ് പീസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഒരു 4-5 പീസ് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡ് ഉണ്ട് ഒന്നും മാറാണ്ട് ചെയ്യുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ചെയ്യാം. ഇനി വൈറ്റും റെഡ് വേറെ എവിടെയില്ലേ നോക്കാമല്ലോ. ഇനി വൈറ്റും റെഡും ജോയിൻ ചെയ്യിപ്പിക്കണം. ഇവിടെയാണ് വൈറ്റും റെഡും ഉള്ളത്. നമുക്ക് അത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് തിരിച്ചു നോക്കി. ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഒരു സൈഡ് എത്താൻ പറ്റുമോ എന്ന് തിരിച്ചു നോക്കിയാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെയല്ല എത്തേണ്ടത്. ഇങ്ങനെ എത്തിയിട്ടാകുമ്പോൾ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പം നമ്മൾ മുകളിൽ ആക്കി വെച്ചത് നമ്മളിപ്പോൾ കുറേ ആക്കിയിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടേക്ക് തിരിക്കുമ്പോൾ മാറിപ്പോകും. ഇത് മാറാണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷേങ്കിൽ ഈ മെത്തേഡ് ഞാൻ ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല വരേണ്ടത്. അതുകൊണ്ട് നമ്മളൊന്നും കൂടി തിരിച്ചു. ഞാനിപ്പോൾ ഇത് അതിലേക്ക് തിരിച്ചു മൂന്നോട്ടത്തെ ഇങ്ങനെ തിരിച്ചു നോക്കി. അപ്പോൾ ഇതിവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു എത്തിയിട്ടുണ്ട്. ഇനി വൈറ്റ് റെഡും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവാത്ത പീസ് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതെങ്ങനെയോ ഇതിപ്പോൾ ഞാൻ ആക്കി തന്നെയാണ്. ആവാത്ത പീസ് ഞാനിപ്പോൾ കാണിച്ചിരുന്നല്ല, അത് ഇതാക്കുക, ഒന്ന് തിരിക്കുക. ആവാത്ത പീസിൻ്റെ അടുത്ത് ഈ ഒരു പീസ് ആവാത്തതായിരിക്കണം. എന്നിട്ട് താഴോട്ടേക്കാക്കുക. എന്നിട്ട് സാധാ പോലെ മിഡ് പീസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി നമുക്ക് വൈറ്റിൽ വേറെ ഏത് കളറാണ്? വൈറ്റിൽ ഗ്രീൻ ഉണ്ട്. വൈറ്റിൽ ബ്ലൂ റെഡും ഓറഞ്ചും ചെയ്തിട്ടുണ്ട്. ഇനി വൈറ്റിൽ യെല്ലോ ഉണ്ടാവില്ല. യെല്ലോ ഓപ്പോസിറ്റ് പീസാണ്. വൈറ്റിൽ ഗ്രീനാണ്. ഇനി വൈറ്റിൽ ഗ്രീൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. നോക്കട്ടെ. വൈറ്റിൽ ഗ്രീൻ ഇതവിടെ വൈറ്റിൽ ഗ്രീൻ ഉണ്ട്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ എന്തായാലും ഇതിങ്ങനെയാണ് വരിക. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്ന് മൂന്നോട്ടം തിരിച്ചിട്ട് ഇവിടത്തേക്ക് തിരിക്കാം. ഇതിപ്പോൾ ഇനി സാധാ പോലെ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം. വൈറ്റും ഗ്രീനും ജോയിൻ ആയിട്ടുണ്ട്. ഇനി സാധാ നമ്മൾ അപ്പ് ചെയ്യുന്ന പോലെ അപ്പിലേക്ക് തിരിക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡ് ജോയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരോട്ടമല്ല തിരിക്കുന്നത്, 2 ഓട്ടം തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജോയിൻ ഇല്ലാത്തത് വന്നു. എന്നിട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് സാധാ പോലെ ഇതിപ്പോൾ ഒന്ന് ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ എന്തായാലും വൈറ്റിൻ്റെ തീർന്നു. ഇനി നമുക്ക് യെല്ലോ നോക്കാം. യെല്ലോയിൽ ഗ്രീൻ ഉണ്ട്. യെല്ലോയിൽ ഗ്രീന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. യെല്ലോയിൽ ഗ്രീൻ ഇവിടെ ഞാൻ കണ്ടതാണ്. അങ്ങനെ ആ താഴോട്ടേക്കാക്കി. എന്നിട്ട് സാധാ പോലെ ഇത് ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അപ്പാക്കി. ജോയിൻ അല്ലാത്ത പീസിനെ ഈ ഒരു സൈഡാക്കി. എന്നിട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് ഇത് സാധാ മിഡ് പീസ് ഒന്ന് ജോയിൻ അയച്ചു. ഇനി അതുപോലെ യെല്ലോയിൽ ഓറഞ്ച് ഉണ്ട്. യെല്ലോയിൽ ഓറഞ്ച് നമുക്കതുപോലെ ചെയ്തെടുക്കാം.
ഇതാ യെല്ലോയിൽ ഓറഞ്ച് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇത് താഴോട്ടേക്ക് ഞാൻ യെല്ലോയിൽ ഓറഞ്ച് ഇവിടെയാണ് കണ്ടത്, അതുകൊണ്ട് ഇത് താഴോട്ടേക്ക് ആക്കി വെക്കുകയാണ്. ഇതിപ്പോൾ സാധാ ഇവിടെ യെല്ലോ ഓറഞ്ച് ഇടുക നമ്മൾ ആക്കി. എന്നിട്ട് ഈ ഒരു സൈഡ് ജോയിൻ അല്ലാത്ത പീസ് വരുത്തിച്ചു, എന്നിട്ട് ഡൗൺ ചെയ്തു, എന്നിട്ട് മിഡ് പീസ് ലെവൽഡായി. ഇനി നമുക്ക് മറ്റേ ആ മെത്തേഡ് എടുക്കുക. ഇതിപ്പോൾ ഒരു ഏകദേശം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു പീസ് എടുക്കാം. യെല്ലോവും ബ്ലൂ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. യെല്ലോവും ബ്ലൂവും കണ്ടില്ലേ, യെല്ലോവും ബ്ലൂവും. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ഇതിങ്ങനെ വന്നു. ഇവിടെയാണ് യെല്ലോവും ബ്ലൂ ഞാൻ കണ്ടിരുന്നത്, അതുകൊണ്ടാണ് എവിടെയാച്ചാണ് ഞാൻ കണ്ടത്. സാധാ പോലെ ഞാനൊന്ന് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിച്ചു. അന്നേരം നമുക്ക് താഴോട്ടേക്ക് ആക്കിയാലോ, നോക്കിക്കോ. നമ്മളിപ്പോൾ ഇത് മുകളിലോട്ടേക്ക് ആക്കിയാൽ ഇവിടെ ഫുൾ റെഡിയായ പീസസാണ്, അതുകൊണ്ട് അത് തെറ്റും. താഴോട്ടേക്ക് ആക്കിയാലും ഇവിടെ റെഡിയായ പീസസാണ്. നമ്മളിതിങ്ങനെ താഴോട്ടേക്ക്, ഇവിടെ മാത്രമാണ് റെഡി ആവാത്തതുള്ളത്. നമ്മൾ താഴോട്ടേക്ക് ആക്കിയാൽ അത് ഈ ഒരു പീസ് നമുക്ക് എന്തായാലും ഇതാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ താഴോട്ടേക്ക് ആക്കുന്നില്ല. ഇനി നമുക്ക് താഴോട്ടേക്ക് ആക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മുകളിൽ നമ്മൾ ചെയ്യുന്നില്ല അതേ മെത്തേഡ് താഴെയും ചെയ്യാവുന്നതേയുള്ളൂ. അത് സിമ്പിളാണ്. താഴോട്ടേക്ക് തിരിക്കുക, എന്നിട്ട് രണ്ടോട്ടോ ഇല്ലാത്ത പീസ് എടുത്തിട്ട് മുകളിലോട്ടേക്ക് തിരിച്ചിട്ടാകുമ്പോൾ ഒന്ന് മിഡ് പീസ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി മറ്റേ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാണ്. ഈ യെല്ലോ കണ്ടില്ലേ, ഇത് ഞാനിപ്പം ഇതിന് നേരെ ആക്കണം. ബ്ലൂവിൻ്റെ ഇവിടെ ബ്ലൂവും യെല്ലോ ഇവിടെയും അങ്ങനെ ആക്കണം. ഞാൻ അങ്ങനെ ഒന്ന് ആക്കുന്നുണ്ട്. ഇതാ ഇവിടെ നിന്നൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഞാൻ ബ്ലൂവിൻ്റെ ഇവിടെ ബ്ലൂ ബ്ലൂ ഇവിടെ യെല്ലോ ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് മൂന്നോട്ടം തിരിക്കുമ്പോൾ തന്നെ അങ്ങനെയെല്ലാം ആയി കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു പീസൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം. ഈ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച പീസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത പീസ് ഇത് ഇവിടെയാണെങ്കിൽ ഈ ഒരു പീസ് തിരിച്ച് നമുക്കിങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഈ ഒരു പീസ് ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മുമ്പോട്ട് വെച്ചിട്ട് ഇനിയാണ് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് F'(U'(R')F അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിഡ് പീസസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെല്ലാം ജോയിൻ F'(U'(R')F ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചെയ്തിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസസ് അങ്ങനെ തന്നെ ചെയ്യണം. ഇതിപ്പോൾ റെഡും നീലയും ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതന്നെ അതും ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു, ജസ്റ്റ് ഈ ഒരു മിഡ് പീസ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു. എന്നിട്ട് അത് നമ്മൾ മുമ്പിലെ നമ്മൾ നോക്കുന്ന പീസ് അതാക്കിയിട്ട് F'(U'(R')F ഞാൻ പറഞ്ഞാൽ അത് ചെയ്തു. ഇനി നീലയും ഓറഞ്ചും വേറെ എവിടെയാണ് നീലയോ, ഈ ഒരു നീലയും ഓറഞ്ചും വേറെ എവിടെയാണ് നീലയും ഓറഞ്ചും ഉള്ളതെന്ന് നോക്കാം. ഇതെവിടെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നീലയും ഓറഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് മൂന്നോട്ടം തിരിച്ചു സാധാ പോലെ ചെയ്തു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ ഈ രണ്ട് പീസസും ജോയിൻ ആയിട്ട് കിട്ടും. നമുക്ക് ഈ കണ്ടില്ലേ, ഈ ഒരു പീസ് അങ്ങനെയാണുള്ളത്, ഈ ഒരു പീസ് അങ്ങനെയാണുള്ളത്. കണ്ടില്ലേ, ഇത് രണ്ട് പീസ് കണ്ടില്ലേ, അത് നമുക്കിങ്ങനെ സാധാ പോലെ തിരിക്കാം. F'(U'(R')F ഓക്കെ. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ സാധാ മിഡ് പീസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ രണ്ട് പീസും ജോയിൻ ആയിട്ടുണ്ടാവും, ഈ രണ്ട് പീസും ജോയിൻ ആയിട്ട്. ഇനി നമ്മൾ ഇവിടെയുള്ള എല്ലാ ഇങ്ങനെയുള്ള പീസും ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ 3x3 റുബിക്സ് ക്യൂബിലെ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ പക്ഷേങ്കിൽ ഈ ഒരു കുറച്ചൊരു വ്യത്യാസമൊന്നുമില്ല, ഇതിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വൈറ്റ് ആണ്. ഞാനിപ്പോൾ വൈറ്റിൻ്റെ ഇവിടെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വൈറ്റ് വൈറ്റാണ് ഫസ്റ്റ് ഫുള്ളാക്കേണ്ടതെങ്കിൽ യെല്ലോ എടുക്കാം. വൈറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളാക്കേണ്ടത്, വൈറ്റാണ് നമ്മൾ ഫസ്റ്റ് ഫുള്ളാക്കുന്നതെങ്കിൽ യെല്ലോ എടുക്കാം. എന്നിട്ട് യെല്ലോൻ്റെ ഈ 4 സൈഡ് വൈറ്റ് ആക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഉണ്ട്, സാധാ പോലെ ഒന്ന് തിരിച്ച് ഇവിടെ ഈ 4 സൈഡ് വൈറ്റ് ആക്കി കൊടുക്കാം. ഇവിടെയാണ് വൈറ്റ് ഉള്ളത്, അതിനനുസരിച്ച് തിരിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ ഇവിടെ ഉള്ളത് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ഇതിപ്പം സാധാ പോലെ നമുക്ക് സാധാരണ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 4 സൈഡ് വൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ വൈറ്റ് ആക്കിയ സ്ഥലത്ത് ഇതിപ്പോൾ ഈടെയാണ് നമ്മൾ വൈറ്റ് ആക്കിയത്. ഇതിപ്പം ജോയിൻ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ.
ഇവിടെ ഇപ്പം ഇനി നമുക്ക് സാധാ 3x3 റൂബിക്സ് ക്യൂബിൻ്റെ അതേ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വൈറ്റ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലസ് മാതിരിയാണ് ആക്കിയിട്ടുള്ളത്. ഈ വൈറ്റ് ആയ സ്ഥലത്ത് ഈ വൈറ്റ് ആയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇവിടെ ഏത് കളറാണോ അതുമായിട്ട്, ഇതിപ്പോൾ ഇവിടെ നീലയാണെങ്കിൽ അതുമായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് 2 പ്രാവശ്യം നമുക്ക് ഇത് മുമ്പോട്ട് F2 ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം താഴോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിപ്പം ഇക്വേഷനൊന്നുമല്ല, സാധാ പോലെ F2 അല്ലെങ്കിൽ സാധാ പോലെ ഒന്ന് താഴോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഉള്ളതും ചെയ്യുക. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഇവിടെ പച്ചയാണ്, ആ പച്ചയായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് F2 അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ളത് ഒന്ന് 2 വട്ടം തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതും അതുപോലെ തന്നെ ചെയ്യാം. ഓറഞ്ചായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് F2. അതുപോലെ ഈ റെഡും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതൊന്ന് F2. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ ഒന്ന് നോക്കുക. ഇവിടെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇതിപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡ് തെറ്റായിരിക്കും. സാധാ പോലെ ഇവിടെ ഉള്ളതൊന്ന് ഇവിടെ ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ ഇവിടെ റെഡ് അതൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട്, നമ്മളിപ്പോൾ ജോയിൻ ചെയ്തത് റെഡ് ആണെങ്കിൽ റെഡ് ഫേസ് ചെയ്തിട്ടൊന്ന് 2 വട്ടം തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വൈറ്റിൻ്റെ ഈ പീസ് മൊത്തം ഒന്ന് ഫുള്ളാക്കാം. അതിന് വേറെ എവിടെയാണ് വൈറ്റ് പീസ് എഡ്ജ് എവിടെയല്ല ഉള്ളത് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ എഡ്ജ് പീസ് ഉണ്ട്. അതിൻ്റെ ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എവിടെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഏത് കളറാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഓറഞ്ചാണ്. നമ്മളിങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മളെ ക്യൂബ് പിടിക്കേണ്ട മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ വൈറ്റ് ആണ് ഫസ്റ്റ് ആക്കുന്നതെങ്കിൽ ഇതിങ്ങനെയാണ് പിടിക്കേണ്ടത്. ആരും ഇങ്ങനെയൊന്നും പിടിച്ചേക്കണ്ട, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇത് താഴോട്ടേക്കാക്കിയിട്ട് പിടിക്കേണ്ടത്. അപ്പോൾ ഈ വൈറ്റ് എവിടെയില്ലേ നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തുള്ള കളർ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഈ ഒരു ഓറഞ്ചുമായിട്ട് നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്യിപ്പിക്കാം. എന്നിട്ട് വൈറ്റ് ഈ സൈഡാണ് ഉള്ളതെങ്കിൽ ഈ സൈഡ് അപ്പ് സൈഡ് ഡൗൺ, അങ്ങനെ. വൈറ്റ് ഈ സൈഡാണ് ഉള്ളതെങ്കിൽ അപ്പ് സൈഡ് ഡൗൺ ഇവിടെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ. ഓക്കെ, ജോയിൻ ചെയ്യിപ്പിച്ച ശേഷം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ വൈറ്റിൻ്റെ ഇപ്പുറത്ത് റെഡാണുള്ളത്, റെഡായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. ഇനി വൈറ്റ് ഈ സൈഡാണുള്ളത്, അപ്പ് സൈഡ് ഡൗൺ. ഇനി നമുക്ക് ഒരിക്കൽ താഴെ വരും. താഴെ വന്നാൽ നമുക്ക് സാധാ പോലെ അപ്പ് സൈഡ് ഡൗൺ ചെയ്തിട്ടാകുമ്പോൾ അത് മുകളിലെത്തിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ളത് വരും, ഇങ്ങനെ മുകളിലായിട്ട് വരും. അപ്പം ഇങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഈ ഒരു പീസ് ഈ മുകളിലൊരു പീസായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ അടിയിലാണ് ഇപ്പോൾ ഇത് പിടിച്ചിട്ടുള്ളത്. ഈ മുകളിലുള്ള പീസ് ആവാത്ത ഒരു എഡ്ജുണ്ട്, ആ എഡ്ജിന് നേരെ പിടിക്കാം. ഇതിങ്ങനെ ആവാത്ത എഡ്ജിന് നേരെ പിടിച്ചിട്ട് സാധാ പോലെ അപ്പ് സൈഡ് ഡൗണിന് പകരം കണ്ടില്ലേ, എഡ്ജിന് നേരെ പിടിച്ചിട്ട് അപ്പ് 2 സൈഡ് ഡൗൺ ആണ് ചെയ്യേണ്ടത്. അപ്പ് 2 സൈഡ് ഡൗൺ ചെയ്താൽ ഇത് താഴെ വരും. അതോടൊപ്പം ഇതും വന്നതാണ്. അതും ആയിട്ടില്ലെങ്കിൽ അതും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പ് 2 സൈഡ് ഡൗൺ ആണ് ഇതിവിടെ വന്നപ്പം ചെയ്യേണ്ടത്. ഇതിന് നേരെ ആക്കിയിട്ട് അപ്പ് 2 സൈഡ് ഡൗൺ. സാധാ പോലെ തന്നെ ഇത് രണ്ടും ഇതുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അപ്പ് സൈഡ് ഡൗൺ. മുകളിലാകുമ്പോൾ അപ്പ് 2 സൈഡ് ഡൗൺ കൊണ്ട് ഈ ഒരു അപ്പ് ലെയറിലാണെങ്കിൽ അപ്പ് സൈഡ് ഡൗൺ മതി. ഇനി ഇവിടെ റെഡ് ഉണ്ട്, അത് അപ്പ് സൈഡ് ഡൗൺ. ഇതിപ്പോൾ നമ്മുടെ ഈ ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഇപ്പോൾ എല്ലായിടത്തും ഫസ്റ്റ് ലെയർ ഇവിടെ നോക്കണ്ട, ഈ ഇടയിൽ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറാണ്. 3x3 ക്യൂബിൽ ഒരു ലെയറാണ് സെക്കൻഡ് ലെയർ. ഇത് 2 കൂടിയാലാണ് സെക്കൻഡ് ലെയർ. 3x3 ക്യൂബ് മാതിരി തന്നെയാണ് സെക്കൻഡ് ലെയറും ചെയ്യേണ്ടത്. ഇത് അടിയിലാണുള്ളത്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ യെല്ലോ ഈ 2 പീസസിൽ ഈ പ്ലസ് പീസ് ഉണ്ടാവുമല്ലോ, ഈ പ്ലസ് പീസിൽ യെല്ലോ ഇല്ലാത്ത, ഇവിടെ യെല്ലോ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ യെല്ലോ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ യെല്ലോ ഉണ്ടാവാൻ പാടില്ല, ഇവിടെ യെല്ലോ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ള പീസ് ഇവിടെ യെല്ലോ ഇല്ലാത്ത പീസ് എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മിഡ് പീസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മാച്ചായി. എന്നിട്ട് ഈ ഗ്രീന് എന്തായാലും ഇതിൻ്റെ ഇവിടെയോ ആയിരിക്കും. ഈ ഗ്രീന് ഇതിൻ്റെ മുകളിലെ ഈ ഒരു കളർ ഇതിൻ്റെ ഇവിടെയോ ആവാനാണ്. എന്തായാലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ മുകളിലുള്ള പീസ് ഇതിൻ്റെ ഇവിടെയുള്ള കളറായിരിക്കും. ഇതിപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, ഇത് ഒന്ന് സൈഡിലേക്ക് തിരിക്കുക. ഇതൊന്ന് സാധാ പോലെ സൈഡിലേക്ക് ഇരിക്കുക. ഇതിപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഞാൻ തിരിക്കുന്നത്. അപ്പ്
സൈഡ് അപ്സൈഡ് ഡൗൺ ചെയ്തു. എന്നിട്ട് ഈ ഓരോ വൈറ്റിനെയും പച്ചനെയും മാച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് സാധാ പോലെ അപ്സൈഡ് ഡൗൺ. അപ്പോൾ നമ്മൾ ഇത് ആവും. മനസ്സിലായിനോ? നോക്കിക്കേ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. ഈ യെല്ലോ ഇല്ലാത്ത ഈ 2 പീസിൽ ഒരു സ്ഥലത്ത് യെല്ലോ ഇല്ലാത്തത്, ഒരു സ്ഥലത്തേ യെല്ലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തേ യെല്ലോ ഉണ്ടാവും, യെല്ലോ ഇല്ലാത്തത്. ഇതിപ്പോൾ ഇവിടെയും ഇല്ല. അതൊന്ന് മാച്ച് ചെയ്യിപ്പിക്കാം. ഇതാ ഇല്ലാത്തത് ഒന്ന് ഇതുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ ഏത് സൈഡാണോ ഈ കളർ ഉള്ളത് അതൊന്ന് സൈഡിലേക്ക് ഇതിപ്പോൾ ഈ സൈഡാണെങ്കിൽ ഈ സൈഡിൽ, ഈ സൈഡാണ് ഈ കളർ ഉള്ളതെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഈ സൈഡാണ് ഈ കളർ ഉള്ളതെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിക്കുക. സൈഡ് അപ്പ്, സൈഡ് ഡൗൺ ആക്കിയ ശേഷം ഈ വൈറ്റ് ഇപ്പോൾ ഇങ്ങോട്ടാവും. എന്തായാലും വൈറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടാവും. അപ്പോൾ ഈ വൈറ്റ് ഈ ഒരു ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അപ്പ് സൈഡ് ഡൗൺ, സാധാ നമ്മൾ അപ്പ് സൈഡ് ഡൗൺ ചെയ്യുന്ന മാതിരി തന്നെ ഒന്ന് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഇതിവിടെ ഓറഞ്ചും പച്ചയുമാണ് യെല്ലോ ഇല്ലാത്ത പീസ്. അപ്പോൾ ഞാൻ പച്ചയായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് ഉള്ളത്. ഇനി ഈ ഓറഞ്ച് ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ സൈഡിലേക്ക് അപ്സൈഡ് ഡൗൺ ചെയ്തു. അന്നേരം ഇവിടെയാണ് ഉണ്ടാവുക. വൈറ്റ് ഇല്ലാത്തൊരു പീസിലെടുക്കുക. വൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. വൈറ്റ് ഈ ഒരു ഇവിടെയാണുള്ളത്. അതിന് ഈ ഇപ്പുറത്തെ വൈറ്റിൻ്റെ ഇപ്പുറത്തുള്ള ഈ പീസ് ഇതിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ച ശേഷം അപ്സൈഡ് ഡൗൺ. ഈ സൈഡാകുമ്പോൾ ഈ സൈഡ്, അത് ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് മാച്ച് ചെയ്യിപ്പിക്കുന്നത് ആ സൈഡുമായിട്ട് ജോയിൻ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഈ ഒരു പാർട്ട് മാത്രമാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. അതും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഓരോരോ ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓരോരോ ടൈം ഇങ്ങനെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിട്ട് യെല്ലോ വരും. അപ്പോൾ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്സൈഡ് ഡൗൺ സാധാ പോലെ ഒന്ന് ചെയ്ത ശേഷം ഒന്ന് വെറുതെ ഒന്ന് അപ്സൈഡ് ഡൗൺ ചെയ്യുക. അപ്പോൾ അത് മാറിക്കോളും. അപ്സൈഡ് ഡൗൺ ചെയ്തിട്ട് ഈ വൈറ്റ് ആവാത്ത സ്ഥലത്തൊന്ന് ആക്കി കൊടുത്താൽ മതി. അന്നേരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് യെല്ലോ ഇല്ലാണ്ട് വരും. ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇതിപ്പം ഇതുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ റെഡ് ഇപ്പുറത്താണുള്ളത്, അതുകൊണ്ട് ആ സൈഡ് അപ്പ് സൈഡ് ഡൗൺ. എന്നിട്ട് ഇതൊന്ന് മാച്ച് ചെയ്യിപ്പിച്ചു. ഈ വൈറ്റ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ വൈറ്റിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുമായിട്ടൊന്ന് മാച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അപ്പ് സൈഡ് ഡൗൺ. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഫിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇപ്പം ഈ യെല്ലോൻ്റെ 4 പീസസ് യെല്ലോ ആക്കി എടുക്കണം. അതായത് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ് ആയതെങ്കിൽ നമുക്ക് ഇതൊരു ഇൻവേർട്ടഡ് എൽ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. സാധാരണ എൽ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊരു ഇൻവേർട്ടഡ് എല്ലാക്കി പിടിക്കണം. നമ്മൾ ഇൻവേർട്ടഡ് എല്ലാക്കി പിടിച്ചിട്ടുണ്ട്. ഇൻവേർട്ടഡ് എല്ലാക്കിയിട്ട് ഇത് നമ്മളെ ഫേസിനോട് ഇതാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എഫ് ആണ്. എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. ഇതിപ്പോൾ നമ്മുടെ പ്ലസ് ആയിട്ടുണ്ട്. ഇവിടെ ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഈ 4 ഉണ്ടാവുക. അതിൻ്റെത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ള മെത്തേഡ് അതിൻ്റെത് കുറച്ച് ലെങ്തി മെത്തേഡാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ അങ്ങനെ ആവാത്തതുകൊണ്ടാണ്. അങ്ങനെ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ യെല്ലോ ജോയിൻ ഇവിടെ യെല്ലോ എത്തിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഇതായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് യെല്ലോ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ലെഫ്റ്റ് പിടിക്കുക. അത് നമ്മളെ ലെഫ്റ്റ് സൈഡ് പിടിക്കുക. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ പിടിക്കരുത്. അതായത് ഈ റൈറ്റ് സൈഡ് പിടിച്ച് ചെയ്യരുത്. ഈ ലെഫ്റ്റ് സൈഡ് പിടിക്കുക. റൈറ്റ് സൈഡ് പിടിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സൈഡ് വെച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ലെഫ്റ്റ് ഇവിടെയാണ് ഇപ്പോൾ ഒരു യെല്ലോ ആയിട്ടുള്ളത്. ബാക്കിയുള്ള യെല്ലോണ് നമുക്ക് ആക്കേണ്ടതെങ്കിൽ എവിടെയാണോ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്ന് ലെഫ്റ്റ് സൈഡ് പിടിക്കുക. ഇതിപ്പോൾ ആ ഒരു സ്ഥലം ഈ ലെഫ്റ്റ് സൈഡ് പിടിക്കുക. എന്നിട്ട് ചെയിൻ ഇക്വേഷനാണ് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. എന്താണ് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത് നമ്മൾ ഇത് കോർണർ പീസാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ചെയ്യാം. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും
ഇതിപ്പോൾ ബാറാണ്. ഇങ്ങനെയായിട്ട് ഈ 2 പീസ് മാത്രം ആവാണ്ടിരുന്ന ബാറാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് സോൾവ് ആവുകയോ ഏതെങ്കിലും ഒരു സൈഡ് ബാർ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പോസിറ്റ് പിടിച്ചിട്ടാണ് ഹെഡ്ലൈറ്റ് ചെയ്യേണ്ടത്. അഥവാ ഒരു സൈഡും ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് പിടിച്ച് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ബാർ ആയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഹെഡ്ലൈറ്റ് ചെയ്യുന്നത്. അതിന് R-F, R-B2, R-F-, R-B2, R2 ഇങ്ങനെ ചെയ്യുക. അപ്പം ഹെഡ്ലൈറ്റ് സോൾവ്ഡ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നൊരു സിംറ്റനാണ്. ഇവിടെ രണ്ടിടത്തും ഫില്ലായിട്ട് ഫില്ലാവുണ്ട്. അതിൻ്റെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഇപ്പോൾ സാധാ 3x3 ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പം തോന്നുക. പക്ഷേങ്കിൽ വേറൊരു ഇത് വരാനുണ്ട്. അതിൻ്റെ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ബാർ നമുക്ക് ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ ഫുള്ളായ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ ബാർ ചെയ്യാൻ പിടിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RU-, RU, RU, RU-, R-U-, R2. ഇപ്പം നമ്മളെ ക്യൂബ് ഫുള്ളായിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ഇത് നമ്മൾ വീഡിയോ ലെങ്തി ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ ടൈം ഞാനിത് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഒരു 8 മിനിറ്റ് ഒരു മാക്സിമം 8 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫുൾ ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യമാണ്. ഇനി ഞാനിതൊന്ന് അങ്ങനെ ആവുമെന്ന് നോക്കട്ടെ. എന്നിട്ട് പ്ലസ് ഇങ്ങനെ വരുന്നൊരു പ്ലസ്സിന് ഇവിടെ മാത്രം വരാത്തൊരു ഇതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്ലസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ മറ്റേ ആ ഒരു ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. അതൊന്ന് ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പ്ലസ് ആക്കുമ്പോൾ വരുന്നൊരു കാര്യമാണ് ഇങ്ങനെ വരൽ. ഇങ്ങനെ വന്നാൽ നമുക്ക് സാധാരണ പറഞ്ഞാൽ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ ഇൻവേർട്ടഡ് എല്ലാം ആക്കിയിട്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ എങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് വേറൊരു ഇക്വേഷനാണ്. അത് നമ്മൾ ചെയ്യുക R2, ഈ 2 R, 2, 1, 2, B2, ബാക്കിലുള്ള B2, U2, LL, U2, RR-, U2, RR, U2, F2, RR, F2, L-, L ഇങ്ങോട്ടേക്ക്, L- ഇങ്ങോട്ടേക്ക്, B2, R2. ഇതിപ്പോൾ ഇങ്ങനെയാണ്. അങ്ങനെ വന്നിട്ടാകുമ്പോൾ നമുക്ക് പ്ലസ് ആക്കാൻ കഴിയുക. ഇനി വേറെ ഒന്ന് ആ ബാറിൻ്റെത്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ക്യൂബ് ആക്കുമ്പം ബാർ ചെയ്യുമ്പം വരുന്ന ഒരു കുഴപ്പമാണ്. ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ പറഞ്ഞാൽ വിട്ടു എന്നൊന്നും അറിയില്ല. ഹെഡ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് ബാർ കേട്ടോ. ഇത് ചെയ്യുമ്പോൾ വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ. ഒന്ന് വന്നാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും. RU, R-, RU2, R- അല്ല RU-, RU, RU-, R-, U-, R2. അത് നമുക്ക് ഒന്ന് മാത്രം വന്നാലാണ്. ഇതിപ്പോൾ ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ നമ്മൾ വേറൊരു ഇക്വേഷനാണ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ ഇതാണ്. ഇതിലേതെങ്കിലും ഒരു സ്ഥലം പിടിക്കുക. ഇതിപ്പോൾ ഞാൻ ഇവിടെ പിടിക്കാം, ഇവിടെയും പിടിക്കുക. ഇതിൽ രണ്ടിലേതെങ്കിലും സ്ഥലം. സ്മോൾ ലെറ്റർ R2, U2, ഇതിനകത്ത് ആയിൽ പിടിച്ചത് ശരിയാണോ നോക്കട്ടെ. ഓക്കെ. സ്മോൾ ലെറ്റർ R2, U2, സ്മോൾ ലെറ്റർ R2, U2, സ്മോൾ ലെറ്റർ R2, U2, U2. ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് സാധാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമായി വരും. എന്നിട്ട് നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് സാധാ പോലെ RU-, RU, RU, RU-, R-, U-, R2 അങ്ങനെ ചെയ്ത് വരും. RU-, RU, RU, RU-, R-, U-, R2 ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമ്മളെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആവും. ഇതിപ്പോൾ ക്യൂബ് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ 4x4 റുബിക്സ് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്.